മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ. അടിപതറിയോ പിണറായി വിജയന്? കാരണം അബ്ദുൾ റഷീദിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പറഞ്ഞ പോലെ മുൻപ് എം വി ഗോവിന്ദനെതിരെ മത്സരിച്ച് എം വി ഗോവിന്ദനെ ലീഡ് നില കുറച്ച ആളാണ് അബ്ദുൾ റഷീദ്. ഗണ്യമായി കുറച്ച സ്ഥാനാർത്ഥിയാണ് വി പി അബ്ദുൾ റഷീദ്. 733 വോട്ടുകൾക്കാണ് ധർമ്മടം പോലുള്ള ഒരു മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്നിലാക്കിക്കൊണ്ട് വി പി അബ്ദുൾ റഷീദ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ്, ഈ വോട്ടെണ്ണൽ ദിവസത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു വിവരമാണത്. ഒരു തവണത്തേക്കെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്നിലാക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ എന്റെ വിജയമാണ് എന്ന് അബ്ദുൾ റഷീദ് പറഞ്ഞിരുന്നു. അബ്ദുൾ റഷീദ് ഇപ്പോൾ 700-ലധികം വോട്ടുകൾക്ക് മുന്നേറിയിരിക്കുകയാണ് ധർമ്മടം മണ്ഡലത്തിൽ. പിണറായി വിജയൻ പിന്നിലായിരിക്കും എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. UDF 92, LDF 43, NDA 5. അത് ചെറിയൊരു ലീഡായി ഒന്നും നമുക്ക് അബ്ദുൾ റഷീദിന്റെ ലീഡിനെ കണക്കാക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം 2 തവണയും LDF-നെ ലീഡ് ചെയ്ത് അവരുടെ ക്യാപ്റ്റൻ എന്നവർ വിളിക്കുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ലീഡ് കുറയ്ക്കാനായി, അല്ലെങ്കിൽ അബ്ദുൾ റഷീദ് 733 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ഒരു പോയിന്റിലെങ്കിലും അത് അഭിനന്ദനാർഹം എന്ന് UDF കണക്കാക്കുന്നതാണ്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലെങ്കിലും അങ്ങനെ മുന്നിൽ വന്നത് കാരണം മണ്ഡലം ധർമ്മടമാണ്, സ്ഥാനാർത്ഥി പിണറായി വിജയനാണ്. 10 വർഷം കേരളത്തിലെ ഭരിച്ച, തുടർഭരണം നേടി 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ വോട്ടെണ്ണലിന്റെ ഈ ഘട്ടത്തിൽ പിന്നിലാക്കിയിരിക്കുകയാണ് വി പി അബ്ദുൾ റഷീദ് എന്ന UDF സ്ഥാനാർത്ഥി. അത് തന്നെയാണ് ഈ നിമിഷത്തിൽ ഏറ്റവും സുപ്രധാനമായ വാർത്ത. നേമത്തെ രാജീവ് ചന്ദ്രശേഖർ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 92 മണ്ഡലങ്ങളിൽ UDF മുന്നേറുകയാണ്. 92 മണ്ഡലങ്ങളിൽ 43 ഇടത്തേക്ക് ചുരുങ്ങിയിരിക്കുന്നു LDF-ന്റെ ലീഡ് നില. 5 ഇടത്ത് തന്നെ NDA സ്ഥാനാർത്ഥികളും മുന്നേറ്റം തുടരുകയാണ്. ധർമ്മടത്ത് ഇപ്പോഴും പിണറായി വിജയൻ പിന്നിൽ തന്നെയാണ്. 733 വി പി അബ്ദുൾ റഷീദ് മുന്നേറുന്നു. മണലൂരിൽ C രവീന്ദ്രനാഥ് പിന്നിലാണ്. അരൂരിൽ ഷാനിമോൾ ഉസ്മാനാണ് മുന്നിലുള്ളത്. LDF 43, UDF 90 എന്തായാലും കഴിഞ്ഞിരിക്കുന്നു. 92, NDA 5 എന്നുള്ളതാണ്. ചേർത്തലയിൽ P പ്രസാദ് മുന്നിലാണ്. ഒല്ലൂരിൽ K രാജനാണ് മുന്നിലുള്ളത്. അമ്പലപ്പുഴയിൽ H സലാം പിന്നിലാണ്. അതിന്റെ അർത്ഥം G സുധാകരൻ മുന്നിലാണ് എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.